എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡ് റെസിപ്പി ആയാലോ? ഇതുപോലെ ഒന്ന് കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും വളരെ നല്ലത് തന്നെയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇതുപോലെ സാലഡ് തയ്യാറാക്കി സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഡിന്നറായിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. കാർബൊക്കെ കുറച്ചിട്ട് നമുക്ക് ഫുഡ് കഴിച്ച് തന്നെ വെയിറ്റ് കുറയ്ക്കാവുന്നതാണ്. ഫുഡ് കഴിക്കാതെ വെയിറ്റ് കുറയ്ക്കുന്നതിനേക്കാൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് നമുക്ക് വെയിറ്റ് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കൂട്ടുകാർ ഫോളോ ചെയ്യുകയാണെങ്കിൽ അമിതമായിട്ടുള്ള വണ്ണമൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു സാലഡും കൂടിയാണിത്. നമ്മൾ അവക്കാഡോ വെച്ചിട്ടാണ് ഈ ഒരു സാലഡ് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്കതിനുള്ള ഒരു ഡ്രസ്സിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. ഒരു പഴുത്തിട്ടുള്ള അവക്കാഡോയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ നേർപകുതി മാത്രമേ ഞാൻ ഈ ഒരു സാലഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് അകത്തെ ആ ഒരു കാമ്പ് അവക്കാഡോയ്ക്കകത്തുനിന്ന് എടുക്കാവുന്നതാണ്. ഇനി ചെറിയ പീസുകളായിട്ടൊന്ന് നുറുക്കിയിടുന്നുണ്ട്. നമ്മൾക്ക് മിക്സിയുടെ ജാറിൽ 1-2 കാര്യങ്ങളൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു അവക്കാഡോയുടെ ഡ്രസ്സിങ് തയ്യാറാക്കാൻ പോകുന്നത്. 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ട് 3 പീസ് ചേർത്ത് കൊടുത്തേക്കുന്നത്. വലുതാണെങ്കിൽ ഒരെണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ലേശം മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കണം. ഡ്രസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി. അതൊന്നും കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ അളവിൽ യോഗട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇതൊന്ന് അടിച്ചെടുക്കണം. നമ്മൾ ഡ്രസ്സിങ്ങിൽ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇങ്ങനെയൊന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ സാലഡിൽ മാത്രമല്ല ചേർത്ത് കൊടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത്. നമുക്ക് ബ്രെഡൊക്കെ സാൻഡ്വിച്ച് ചെയ്യുമ്പോൾ അതിനകത്തോട്ട് ഇതും കൂടെ ചേർത്ത് നമ്മൾ സാൻഡ്വിച്ചൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. ബ്രൗൺ ബ്രെഡിൻ്റെ കൂടെ ഇതും കൂടെ ചേർത്തിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തൊക്കെ കഴിച്ചാലും വളരെ ഹെൽത്തിയാണ്. ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഭാരം കുറയ്ക്കാനും അതുപോലെ തന്നെ പ്രമേഹം നിയന്ത്രിക്കുവാനും അവക്കാഡോയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഡെയിലി ഡയറ്റിൽ നമ്മൾ ഈ അവക്കാഡോയും കൂടെ ഉൾപ്പെടുത്തുക തന്നെ ചെയ്യണം. ഇങ്ങനെ നമ്മൾ ക്രീമി ആയിട്ട് തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് ചപ്പാത്തിയൊക്കെ കഴിക്കാനായിട്ട് ഒരു ഡിപ്പായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി സാലഡിനുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ക്യാരറ്റും കുക്കുംബറും അതുപോലെ തന്നെ ടൊമാറ്റോയും കുറച്ച് ലെറ്റൂസിൻ്റെ ലീഫുമാണ് എടുത്തേക്കുന്നത്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഇഷ്ടം അതൊക്കെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിളിലോട്ട് ക്രീമി ആയിട്ടുള്ള ഡ്രസ്സിങ് കൂടെ ചേർത്ത് കഴിയുമ്പോൾ വളരെ ഹെൽത്തിയാണ്. ഇതിൽ ഒരു ബൗൾ കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയും. പിന്നീട് നമുക്ക് മറ്റൊന്നും കഴിക്കേണ്ടതായിട്ട് വരികയില്ല. വയറ് നല്ല ഫില്ലായതുപോലെ ഇരിക്കും. സ്വീറ്റ്നെസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അനാറോ ആപ്പിളോ അതൊക്കെ ഒരു ചെറിയ ഒരളവിൽ ചേർത്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ലഞ്ചായിട്ടോ ഒക്കെ ഈ ഒരു സാലഡ് സെർവ് ചെയ്യാവുന്നതാണ്. ഡിന്നറിനൊക്കെ ആണെങ്കിൽ ഇതിൽ ഒരു ബൗൾ മാത്രം കഴിച്ചാൽ മതി. വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യം വരികയില്ല. നമ്മുടെ വയറ് നല്ല ഫില്ലായ പോലെ ഇരിക്കുകയും ചെയ്യും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സാലഡ് പ്രിപ്പറേഷൻ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. കാർബൊക്കെ കുറച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള സാലഡും മറ്റു ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉൾപ്പെടുത്തി നമുക്ക് വെയിറ്റ് കുറയ്ക്കാവുന്നതാണ്. ഫുഡ് കഴിക്കാതെ വെയിറ്റ് കുറയ്ക്കുന്നതിനേക്കാട്ടിൽ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയ രീതിയിൽ വെയിറ്റ് കുറയ്ക്കാവുന്നതാണ്. അമിതവണ്ണമൊക്കെ ഉള്ളവർ ഇതുപോലെയൊക്കെ ഒന്ന് കഴിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഇന്നത്തെ ഈ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് പങ്കുവെച്ച് കൊടുക്കാനായിട്ട് മറന്നു പോകല്. അടുത്ത ദിവസം ഈസിയും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി കൂട്ടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടുകാരുടെ ഇടയിലേക്ക് വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.